പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് വിശദീകരിച്ചു വരുന്നത്. അതിൽ ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് 185 വചനമാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും വമൻ കാന മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. ഇതാണ് നമ്മുടെ വചനം. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിയമമാക്കിയ, നിർബന്ധമാക്കിയ വിശുദ്ധ മാസം, അതിൻ്റെ സവിശേഷത, പ്രത്യേകത, ഒപ്പം നോമ്പുമായി ബന്ധപ്പെട്ട ചില വിധികൾ. മുമ്പത്തായത്തിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ നോൽക്കാനും നോൽക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അങ്ങനെയുള്ള നിർബന്ധിത വിധിയായിരുന്നു. ആ വിധിയെ ഇനി ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. മാസത്തിന് സാക്ഷിയായവർ, മതപരമായ പ്രതിബന്ധങ്ങളും ഒഴിവുകഴിവുകളും ഇല്ലാത്തവർ എല്ലാവരും നോമ്പ് നോൽക്കൽ നിർബന്ധമാണെന്ന വിധി. ഇതൊക്കെയാണ് ഈ ആയത്തിൻ്റെ വിഷയം. നോമ്പ് അവിടെ നിർബന്ധമാക്കിയ വിഷയം പറഞ്ഞപ്പോൾ അയ്യാമൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞു, എണ്ണപ്പെട്ട ഏതാനും നാളുകൾ. അതിൻ്റെ ഉദ്ദേശം എല്ലാ മാസങ്ങളിലെയും 3 നോമ്പും ആശൂറയുമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു. അവരുടെ വിഷയങ്ങൾ നമ്മൾ കേട്ടു. അത് റമദാനിലെ നോമ്പിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഭൂരിപക്ഷത്തിന് അഭിപ്രായം അതാണല്ലോ. അപ്പോൾ അയ്യാമൻ മഅദൂദാത്ത് എന്നുള്ളത് റമദാൻ നോമ്പിനെ കുറിച്ച് പറയപ്പെട്ടതാണ് എങ്കിൽ റമദാനിൽ നിന്ന് ഏതാനും നാളുകൾ എന്ന് ആരും മനസ്സിലാക്കിക്കൂടാ. പിന്നെയോ റമദാൻ മാസം മുഴുവനും എന്നതാണ് അയ്യാമൻ മഅദൂദാത്ത് എന്നതിൻ്റെ വിവക്ഷ. അതാണിവിടെ ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന തുടക്കത്തിൽ ഈ ഷഹ്റു റമദാൻ എന്ന പ്രയോഗം ദ്യോതിപ്പിക്കുന്നത്, ഉണർത്തുന്നത്. അതിന് വേറെ ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് വഴിയെ പഠിക്കാം. ഷഹ്റു റമദാൻ, റമദാൻ്റെ മാസം. ഇവിടെ ഈ തുടക്കം അറിയിക്കുന്നത് റമദാൻ്റെ മാസം അല്ലദീ, അതെങ്ങനെയുള്ള മാസമാണ്, ഉൻസില ഫീഹി അൽ ഖുർആൻ, അതിൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നോമ്പ് നിർബന്ധമാക്കിയ മാസം വിശിഷ്ടമാണ്, വിശുദ്ധവും അനുഗ്രഹീതവുമാണ്. ആ മാസത്തിലാകുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഷഹ്റു റമദാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തുടക്കത്തിൽ പറഞ്ഞു. എന്താണ് ഷഹർ? ഷഹർ മാസമാണ്. ഷുഹൂറുൻ, അഷ്ഹുറുൻ എന്നൊക്കെ അതിൻ്റെ ബഹുവചനം. ആ പദം അറിയിക്കുന്നത് ഷുഹ്റത്തിനെയാണ്. ഷുഹ്റത്ത് പ്രശസ്തിയും കേളിയുമാണ്. ലിബാസു ഷുഹ്റ എന്ന് പറയും. പ്രശസ്തിക്ക് വേണ്ടി, പേരെടുക്കാൻ വേണ്ടി ധരിക്കുന്ന വസ്ത്രം. അങ്ങനെ വസ്ത്രം ധരിക്കുന്നത് നിഷിദ്ധമാണല്ലോ. മാസത്തിന് ഷഹർ എന്ന് പറയും. കാരണം മാസപ്പിറവി ദൃശ്യമായാൽ, ഉദയചന്ദ്രൻ കാണപ്പെട്ടാൽ ആളുകൾ മാസം കണ്ടെന്ന് വിളിച്ചു പറയും, മറ്റുള്ളവരെ കാണിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മാസം ദർശിച്ചാൽ അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്ത് വൽ ഇസ്ലാം എന്ന് തുടങ്ങിയിട്ട് ദുആ നിർവഹിക്കും. അങ്ങനെ മാസം കണ്ടു, മാസം കാണിച്ചു, മാസം കണ്ടതായി വിളിച്ചു പറഞ്ഞു, ദുആ ചെയ്തു. അങ്ങനെ മാസം ഉദയത്തെ സ്ഥിരീകരിക്കും. ഇതുകൊണ്ടാണ് ഷുഹ്റത്ത്, പ്രശസ്തി എന്നർത്ഥമുള്ള
പദത്തിൽ നിന്ന് ഷഹർ എന്ന പദം മാസം 2 ഹിലാലുകൾക്കിടയിലുള്ള കാലപരിധിയാണ്. ഹിലാൽ എന്ന് പറഞ്ഞാൽ ഉദയചന്ദ്രൻ, ഒരു ഹിലാൽ മുതൽ അടുത്ത ഹിലാൽ വരെ, അല്ലെങ്കിൽ ഹിലാൽ മുതൽ മുഹാഖ് വരെ, ചന്ദ്രോദയം മുതൽ പിന്നെ കറുത്തവാവ് വരെയുള്ള കാലം, അതാണ് ഷഹർ. മാസത്തിന് ഷഹർ എന്ന് പറയപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ ഷഹീദ മിൻകുമു ഷഹർ, ഷഹറിന് നിങ്ങൾ സാക്ഷികളായാൽ. അവിടെ ഷഹർ ഉദ്ദേശം ഹിലാലാണ്, ഉദയചന്ദ്രൻ. റമദാൻ മാസോദയത്തിന് സാക്ഷിയായാൽ നോമ്പെടുക്കട്ടെ എന്നാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹർ എന്നിവിടെ പ്രയോഗിച്ചു, ഷഹർ റമദാൻ. ഫമൻ ഷഹീദ മിൻകുമു ഷഹർ എന്ന് പ്രയോഗിച്ചു. അതിനാൽ ഉദയചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ ഉണ്ടായാൽ പോരാ, പിന്നെയോ ഉദയചന്ദ്രനെ കാണുകയും കണ്ടത് അറിയിക്കുകയും ചെയ്താലാണ് നോമ്പ് തുടങ്ങേണ്ടത്, വ്രതാനുഷ്ഠാനം ആരംഭിക്കേണ്ടത്. ഹിലാൽ ഉദയചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു, ആരും കണ്ടില്ല, കണ്ടത് അറിയിച്ചില്ല, അറിയപ്പെട്ടില്ല എങ്കിൽ നോമ്പില്ല. എന്നാൽ കാണുകയും കണ്ടവർ സാക്ഷ്യം വഹിച്ച് അറിയിക്കുകയും ചെയ്താൽ അപ്പോഴാണ് നോമ്പ് നിർബന്ധമാവുക എന്നത് ഷഹർ എന്ന പ്രയോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയതിനാൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഷഹ്റു റമദാൻ, റമദാൻ്റെ മാസം എന്നുള്ളതാണ് ഇതർത്ഥമാക്കുന്നത്. മാസങ്ങൾ 12. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റ, അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 മാസം. ഫി കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ മിൻഹാ അർബഅത്തുൻ ഹുറും. ഈ മാസങ്ങൾ 12 എണ്ണം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ്റെ ആരംഭത്തിന്, അവതരണത്തിൻ്റെ ആരംഭത്തിന് തുടക്കം കുറിക്കാനും വിശുദ്ധ നോമ്പിനെ നിർബന്ധമാക്കാനും മാസം മുഴുവൻ നിർബന്ധമാക്കാനും തെരഞ്ഞെടുത്ത മാസമാകുന്നു ഷഹ്റു റമദാൻ, റമദാൻ മാസം. റമദാൻ എന്നത് മാസത്തിൻ്റെ പേരാണ്. അറബി മാസം മനസ്സിലാക്കി 12: മുഹറം, സഫർ, റബീഉനിൽ അവൽ, റബീഉനിൽ സാനി, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്റ, റജബ്, ശഅബാൻ, റമദാൻ, ഷവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഇതിൽ 9ാമത്തെ മാസമാണ് റമദാൻ. എന്തുകൊണ്ട് റമദാൻ എന്ന് ഈ മാസത്തിന് പേര് വന്നു? ജാഹിലിയത്തിൽ ഇതിന് നാത്തിഖ് എന്നും പറയുമായിരുന്നു. നാത്തിഖ് ഒരു കവിതയിൽ കാണാം, വഫീ നാത്തിഖിൻ അജ്ലത് ലദാ ഹൗമത്തിൽ വഗ വവല്ലത് അലൽ അദ്ബാരി ഫുർസാനു ഖസ്അമ എന്ന്. ഖസം ഗോത്രത്തിലെ അശ്വഭടന്മാർ ഹൗമത്തുൽ വഗയിൽ പ്രത്യക്ഷപ്പെട്ടു, പിന്നീട് അവർ പിന്തിരിഞ്ഞോടി എന്നാണ് കവിതയിൽ പറയുന്നത്. അത് വഫീ നാത്തിഖിൻ, നാത്തിഖിലായിരുന്നു. നാത്തിഖ് എന്ന് പറഞ്ഞെങ്കിൽ റമദാൻ മാസത്തിലായിരുന്നു എന്നാണ്. ഏതായാലും അവിടെ ഈ നാത്തിഖ് എന്ന പദം റമദാനിന് പ്രയോഗിക്കപ്പെട്ടിരുന്നു ജാഹിലിയത്തിൽ. റമദാൻ എന്നുള്ളത് അത്യുഷ്ണത്തെയാണ് അറിയിക്കുന്നത്, കഠിനമായ ചൂട്. സലാത്തുൽ അവ്വാബീൻ ഹീന തർമദുൽ ഫിസാൽ, ഒട്ടക കുട്ടികൾക്ക് ചൂടേൽക്കുന്ന സമയത്താണ് സലാത്തുൽ അവ്വാബീൻ, അവ്വാബീങ്ങളുടെ നിസ്കാരം അഥവാ ദുഹാ നിസ്കാരം എന്ന ഹദീസിൽ കാണാം. അവിടെ റമദ ഇർമദു എന്ന് പറഞ്ഞാൽ ചൂടേറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. റമദാൻ അതിൽ നിന്നുള്ള പേരാണ്. എന്തുകൊണ്ട് ആ പേര് വന്നു? ഭാഷാ നിഘണ്ടുകളിൽ കാണാം, അതുപോലെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. പൗരാണിക ഭാഷകളിൽ നിന്ന് ഈ മാസങ്ങളുടെ പേരുകൾ അറബിയിലേക്ക് മാറ്റുമ്പോൾ ഈ മാറ്റുന്ന കാലം അതിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും മാനിച്ചാണ് മാസങ്ങൾക്ക് പേരിട്ടത് എന്നാണ്. അപ്പോൾ അറബി മാസം, അതിൽ 9ാമത്തെ മാസമായ റമദാൻ മാസം, അതിന് പേരിടുന്ന ആ സമയം അത്യുഷ്ണമായിരുന്നു, കഠിനമായ ചൂടായിരുന്നു. അതിനാൽ റമദാൻ എന്ന മാസത്തിന് പേരിട്ടു എന്നാണ് പറയുന്നത്. മുഹറം, ആ പേര് വന്നത് അത് യുദ്ധം പാടില്ലെന്ന് നിഷ്കർഷിക്കപ്പെട്ടിരുന്ന അൽ അഷൂറുൽ ഹുറും, അതിൽ ആദ്യത്തെ മാസമാണ് മുഹറം. അതുകൊണ്ടങ്ങനെ ആ പേര് വന്നു. സഫർ എന്ന് 2ാമത്തെ മാസത്തിന് പേര് വരാൻ കാരണം അറബികൾ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യാതെ അവരുടെ ഗോത്രങ്ങളിൽ, വീടുകളിൽ
ഒതുങ്ങിക്കൂടും. മുഹറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും യുദ്ധങ്ങൾക്കും മറ്റുമായിട്ട് വീട് വിട്ട് ഇറങ്ങും, നാട് വിട്ട് ഇറങ്ങും. അതോടുകൂടി വീടുകൾ ശൂന്യമാകും. അതുകൊണ്ട് ആ കാലഘട്ടത്തിന് സഫർ എന്ന് പേര് വന്നു. റബീഉൽ അവൽ, റബീഉൽ സാനി വസന്തകാലത്തായിരുന്നു ഈ പേര് മാറ്റം ഭവിച്ചത്, പുരാണ ഭാഷയിൽ നിന്നുള്ള മാറ്റം. അതുകൊണ്ട് തന്നെ അവർ അതിന് റബീ എന്ന് പേരിട്ടു. ജുമാദൽ ഊലയും ജുമാദൽ ആഖിറയും അല്ലെങ്കിൽ ജുമാദൽ ഉഖ്റയും ശൈത്യം മൂത്ത് തണുത്തുറച്ച് വെള്ളം പോലും ഉറച്ചു പോകുന്ന കാലം. അതുകൊണ്ടാണ് ആ ഒരു 2 മാസക്കാലം ജുമാദ എന്ന് പേര് വിളിക്കപ്പെട്ടത്. റജബ്, അറബികൾ അക്കാലം ആ മാസത്തെ നന്നായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു. ആ അർത്ഥത്തിലാണ് റജബ്. റജബിൽ വിശുദ്ധ മാസമാണ്, യുദ്ധമില്ലാതിരിക്കും. റജബ് തീരുന്നതോടുകൂടി പിന്നെ ഗോത്രങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് യുദ്ധങ്ങൾക്കും മറ്റും പുറപ്പെടും. അതുകൊണ്ട് അതിനെ തുടർന്ന് ഷഅബാൻ, ഗോത്രങ്ങൾ പല വിഭാഗങ്ങളായി വകുപ്പുകളായി തിരിഞ്ഞു പുറപ്പെടുന്നതിനാൽ അങ്ങനെ പേര് വന്നു. റമദാൻ്റെ നമ്മൾ പറഞ്ഞു. ശവ്വാൽ, ഒട്ടകങ്ങളുടെ ചില അവസ്ഥകൾ, ഒട്ടകങ്ങൾക്ക് പാല് വറ്റി പിന്നീട് ഒട്ടകങ്ങൾ പ്രത്യുൽപാദനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ കാരണത്താൽ ആ പേര് വന്നു. ദുൽഖഅദയും ദുൽഹിജ്ജയും ഇതുപോലെ വിശുദ്ധ മാസങ്ങളായിരുന്നു. യുദ്ധം ചെയ്യാതെ വീടുകളിൽ ഇരിക്കുന്നതിനാൽ ദുൽഖിഅദ അല്ലെങ്കിൽ ദുൽഖഅദ എന്ന് ആ മാസത്തിനും ഹജ്ജിന് പുറപ്പെടുന്നത് കാരണത്താൽ അടുത്ത മാസം ദുൽഹിജ്ജ എന്ന പേരിലുമൊക്കെ പറയപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രം. ഏതായാലും നമ്മുടെ വിഷയം മാസങ്ങളിൽ ഷഹ്റു റമദാൻ, റമദാൻ്റെ മാസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് റമദാൻ പേര് വെക്കപ്പെട്ടു? അതിൻ്റെ ചരിത്രം ഇപ്രകാരമാണ് ഉദ്ധരിക്കപ്പെട്ടുള്ളത് ഭാഷാനിഘണ്ടുക്കളിലും അതേപോലെ തന്നെ ചരിത്ര ഗ്രന്ഥങ്ങളിലും. അത്യുഷ്ണവും കൊടിയ ചൂടുമായിരുന്നു ഈ ഒരു നാമകരണം നൽകപ്പെടുന്ന ആ സമയം എന്നാണ് അതിൽ പറയപ്പെടുന്നത്. റമദാൻ എന്നുള്ളത് ചൂടിനെയും കത്തിക്കുക, കരിക്കുക എന്നുള്ളതിനെയും ഒക്കെ അർത്ഥമാക്കും. സൽപ്രവൃത്തികൾ കൊണ്ട് പാപങ്ങൾ കരിക്കപ്പെടുന്ന, മായിക്കപ്പെടുന്ന അവസ്ഥയാണ് റമദാനിൽ. അതിനാലാണ് റമദാൻ എന്ന് പേര് വെക്കപ്പെട്ടത്. ഇങ്ങനെയൊക്കെ ചിലർ ഈ പേരുമായി ബന്ധപ്പെട്ട് ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സ്വീകാര്യമായത്, പ്രാമാണികർ തിരഞ്ഞെടുത്തത് ആദ്യം പറഞ്ഞ ഈ ഒരു വിഷയമാണ്. ഏതായാലും ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വ്രതാനുഷ്ഠാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതായ മാസം, അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം എന്നുള്ളതാണ് ഇതിൻ്റെ അറിയിപ്പ്. എന്തുകൊണ്ട് റമദാൻ എന്ന് പറയാതെ ഷഹ്റു റമദാൻ എന്ന് പറഞ്ഞു? അതിലൊരു കാര്യം നമ്മൾ പറഞ്ഞു. അയ്യാമൻ മഅദൂദാത്ത് എന്നതിൻ്റെ വ്യക്തതയാണ്. റമദാനിൽ ഏതാനും ദിവസങ്ങളല്ല, പിന്നെയോ റമദാൻ മാസം മുഴുവനാണ് എന്ന വ്യക്തതയാണ് ഈ ഷഹ്റിനെ റമദാനിലേക്ക് ചേർത്ത് ഇവിടെ റമദാൻ മാസം എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. ഹജ്ജിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ പഠിക്കാൻ വരും. അൽ ഹജ്ജു അഷ്ഹുറും മാലൂമാത്ത്, ഹജ്ജ് എന്നാൽ അറിയപ്പെട്ട മാസങ്ങളാകുന്നു എന്നാണ് പറഞ്ഞത്. ഹജ്ജ് മാസങ്ങൾ ശവ്വാലും ദുൽഖഅദയും ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ എന്ന് പറഞ്ഞില്ല, അഷ്ഹുറും മാലൂമാത്ത് എന്നാണ് പറഞ്ഞത്, അറിയപ്പെട്ട മാസങ്ങൾ. നോമ്പിൻ്റെ വിഷയത്തിൽ ഷഹ്റു റമദാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനെ തെളിയിച്ചു പറഞ്ഞു. അതിൻ്റെ പൊരുൾ ഒന്നാണെന്ന് ഞാനിവിടെ ഉണർത്തിയത്. മറ്റൊരു പൊരുൾ, അറബികളെ സംബന്ധിച്ചിടത്തോളം ജാഹിലിയത്തിൽ അവർക്ക് ഹജ്ജ് മാസങ്ങളും സുപരിചിതമായിരുന്നു. കാരണം അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. ശവ്വാലും ദുൽഖഅദയും ദുൽഹിജ്ജയും അവർക്ക് പരിചിതമായിരുന്നു. അവർ ഹജ്ജ് ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അഷ്ഹറും മാലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. മാസങ്ങളുടെ പേര് പറഞ്ഞില്ല. എന്നാൽ നോമ്പ്, വ്രതാനുഷ്ഠാനം, പുരാതനമായി റമദാനിൽ വ്രതാനുഷ്ഠാനം ഉണ്ടായിരുന്നു, അതിൻ്റെ ചരിത്രമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമാകുന്ന നാളുകളിൽ അറബികൾക്ക് റമദാനിലെ നോമ്പ്, റമദാൻ വ്രതാനുഷ്ഠാനത്തിന് എന്നത് പരിചിതമായിരുന്നില്ല. അവർ റമദാനിൽ നോമ്പെടുക്കുമായിരുന്നില്ല.
അവർക്ക് പരിചയമുള്ള നോമ്പ് ആശൂറ നോമ്പ് മാത്രമായിരുന്നു. നമ്മൾ പറഞ്ഞു അന്നായിരുന്നു കഅബയുടെ വിരി അവർ വ്രതമനുഷ്ഠിച്ച് മാറ്റിയിട്ടിരുന്നത് എന്നൊക്കെ. ഇവിടെ ഷെഹ്റു റമദാൻ എന്ന് പറയാൻ അതിൻ്റെ ഒരു പൊരുൾ ഇതാണ്. റമദാൻ അവർക്ക് നോമ്പെടുത്ത് അറിയുമായിരുന്നില്ല. എന്നാൽ ഹജ്ജിൻ്റെ വിഷയം അങ്ങനെയല്ല. അവർ ഹജ്ജ് ചെയ്യുമായിരുന്നു. അറബികൾ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഷിർക്കും ഒക്കെ ഉള്ളതോടുകൂടിയ ഹജ്ജായിരുന്നു അവരുടെ ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഖുറൈശികളോടൊപ്പം 3 ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക പ്രബോധന കാലഘട്ടത്തിൽ നിർവഹിച്ചത് ഹദീസുകളിൽ വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫയിൽ പോയി നിന്നത്, പിന്നെ അവിടെ നിന്ന് വന്നതൊക്കെ വിഷയങ്ങൾ. ഹജ്ജ് നിർബന്ധമാക്കിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹജ്ജ് മാത്രമാണ് നിർവഹിച്ചത്. അതാ ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ്. ഇവിടെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്നതിൽ റമദാൻ മാസത്തിലാകുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഉൻസില എന്നുള്ളതാണ്. അപ്പോൾ ഉൻസില എന്നുള്ള പദം അറിയിക്കുന്നത് അവതരിപ്പിക്കപ്പെട്ടു, ഇറക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതാണ്. അത് മുനസ്സലാണ്. ഇറക്കൽ മുകളിൽ നിന്ന് താഴേക്കാണ്. അപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ്റെ അവതീർണത. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതമായവനാണ്. അവങ്കിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ്റെ അവതരിപ്പിക്കൽ. ഇവിടെ ഖുർആൻ എന്നാണ് പറഞ്ഞത്. ഖുർആൻ എന്നത് ക്രിയാധാതുവാണ്. മസ്ദർ, ശുക്രാൻ എന്നൊക്കെ പറയുന്നത് പോലെ. ഒന്നുകിൽ അതിന് ഇസ്മു മഫ്ഊലിൻ്റെ അർത്ഥമായിരിക്കും പാരായണം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇസ്മു ഫായിലിൻ്റെ അർത്ഥമായിരിക്കും. ഇസ്മു മഫ്ഊലിൻ്റെ അർത്ഥമാണ് ഏറ്റവും പ്രസിദ്ധമായത്. അൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അൽ മഖ്റൂ എന്ന അർത്ഥത്തെയാണ് അത് തരുന്നത്. പേര് പോലെ വിശുദ്ധ ഖുർആൻ എന്നും എപ്പോഴും പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണ്. അതിൻ്റെ പാരായണം ഇവിടെ നിലക്കുന്നേ ഇല്ല. പരശതം ആളുകൾ ഓരോ സമയവും അത് പാരായണം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. പാരായണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അൽ ഖുർആൻ എന്നത് അർത്ഥമാക്കുന്നത്. അത് വിശുദ്ധ വേദത്തിന് പേരുമാണ്, അതിൻ്റെ വിശേഷണവുമാണ്. അൽ ഖാരി എന്നുള്ള ഇസ്മു ഫായിലിൻ്റെ അർത്ഥമാണ് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഖറഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി എന്ന അർത്ഥമുണ്ട്. അൽ ഖാരി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ സൂറത്തുകളെയും സൂക്തങ്ങളെയും പിന്നെ ആശയങ്ങളെയും അർത്ഥങ്ങളെയും വിധികളെയും യുക്തികളെയും പൊരുളുകളെയും കഥകളെയും ഉപമകളെയും വിധികൾ, വിലക്കുകൾ, സുവിശേഷങ്ങൾ, അപായ സൂചനകൾ, ഇങ്ങനെ തുടങ്ങി വിശ്വാസകാര്യങ്ങൾ, കർമ്മകാര്യങ്ങൾ, സ്വഭാവ സംബന്ധികളായ വിഷയങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ നന്മകളുടെയും ധർമ്മങ്ങളുടെയും പുണ്യങ്ങളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഉൾക്കൊണ്ട ഗ്രന്ഥമാകുന്നു അൽ ഖുർആൻ. അൽ ഖുർആൻ എന്ന് എന്തുകൊണ്ട് പേര് വെക്കപ്പെട്ടു, അത് അർത്ഥമാക്കുന്നത് എന്ത്, തേടുന്നത് എന്ത്, ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഈ നിലക്കത് വിശദീകരിച്ചിട്ടുണ്ട്. പാരായണം ചെയ്യപ്പെടുന്നത് അൽ മഖ്റൂ എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടുന്നത് അൽ ഖാരി എന്ന അർത്ഥത്തിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പരിഗണിച്ചിട്ടുള്ളത്. തയ്യിബ്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ്റെ മാസം അതെങ്ങനെയുള്ള മാസമാണ്? ഫീഹി അതിൽ, ഉൻസില ഇറക്കപ്പെട്ടു, അൽ ഖുർആൻ ഈ ഖുർആനെ, അഥവാ വിശുദ്ധ ഖുർആനെ. അത് എന്ന്? വിശുദ്ധ റമദാനിൽ എന്ന്, എങ്ങനെ? ഇത് ഒരു സുപ്രധാന ചോദ്യമാണ്. ഇവിടെ അത് പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട വിഷയവുമാണ്. വാസില ഇബ്നുൽ അസ്ഖ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ വേദങ്ങൾ എല്ലാം അള്ളാഹു അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്ത മാസം റമദാനാണ് എന്നത് നമുക്ക് അതിൻ്റെ പ്രയോഗങ്ങൾ ബോധ്യപ്പെടുത്തി തരും. ഉൻസിലത്ത് സുഹുഫു ഇബ്രാഹിം
അവ്വല ലൈലത്തി മിൻ ഷഹരി റമദാൻ, റമദാനിലെ ആദ്യ രാത്രി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏടുകൾ അവതരിപ്പിക്കപ്പെട്ടു. സുഹുഫ് ഇബ്രാഹിം. വ ഉൻസിലത്തി തൗറാത്തു ലിസിത്തി മദൈന മിൻ റമദാൻ, തൗറാത്ത് അത് റമദാൻ 6 അവതീർണമായി. വ ഉൻസിലൽ ഇൻജീലു ലി 13 മദത് മിൻ റമദാൻ, റമദാനിൽ നിന്ന് 13 നാൾ പിന്നിട്ടപ്പോൾ 14-ാം രാവിൽ അല്ലെങ്കിൽ 13-ാം രാവിൽ ഇൻജീൽ അവതരിപ്പിക്കപ്പെട്ടു. വ ഉൻസില സബൂറു ലി 18 ഖലത് മിൻ റമദാൻ, സബൂർ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള സങ്കീർത്തനങ്ങൾ സബൂർ അത് റമദാൻ 18 അവതീർണമായി. വ ഉൻസിലൽ ഖുർആനു ലി 24 ഖലത് മിൻ റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൻ്റെ 24 അഥവാ 25-ാം രാവിന് അവതീർണമായി. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ഉൻസിലൽ ഖുർആനു, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു ലി 24 ഖലത് മിൻ റമദാൻ, റമദാനിൽ നിന്ന് 24 പിന്നിട്ടപ്പോൾ അഥവാ 25-ാം രാവിൽ. ഇതാണ് എന്ന് അവതരിപ്പിക്കപ്പെട്ടു എന്നതിൻ്റെ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വാസില റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് അത്തയാലിസി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ നിവേദനം ചെയ്തതാണിത്, ഈ നിവേദനം. അപ്പോൾ എന്ന് അവതീർണമായി എന്നത് നമുക്ക് ഈ പ്രയോഗത്തിൽ നിന്ന് വ്യക്തമായി. പക്ഷേ എങ്ങനെ അവതീർണമായി? റമദാനിൽ 25-ാം രാവിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായി. പക്ഷേ അവിടെ വിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് അവതരിപ്പിക്കപ്പെട്ടോ? അതല്ല, 23 വർഷങ്ങളിലായിട്ടാണല്ലോ വിശുദ്ധ ഖുർആൻ്റെ അവതീർണത നടന്നതും പൂർത്തീകരിക്കപ്പെട്ടതും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതീർണമായി എന്നത് അറിയിക്കുന്നത് എന്ത്? അത്തിയ ഇബ്നുൽ അസ്വദ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ വിഷയം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് ഇന്നഹു ഖദ് വഖഅ ഫീ ഖൽബി അശ്ശക്കു ഫീ ഖൗലില്ലാഹി തആല, എൻ്റെ കൽബിൽ ഒരു സംശയം ഉടലെടുത്തു അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ വിഷയത്തിൽ. ഏതാ വചനം? നമ്മുടെ ഈ വചനം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന വചനം. അതിൽ അദ്ദേഹത്തിന് സംശയം ഉടലെടുത്തു. അദ്ദേഹം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, അവിടെ ഇന്ന അൻസൽനാഹു വിശുദ്ധ ഖുർആനെ തീർച്ചയായും നാം അവതരിപ്പിച്ചു ലൈലത്തുൽ ഖദറിൽ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, അനുഗ്രഹീതമാക്കപ്പെട്ട രാവിൽ നാം വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അവിടെ ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, മുബാറകത്തായ രാത്രിയിൽ, ഫീ ലൈലത്തിൽ ഖദർ, ഖദറിൻ്റെ രാത്രിയിൽ, ഷഹ്റു റമദാൻ, റമദാൻ മാസം, ഇതൊക്കെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് ഈ ആയത്തുകളിൽ പറയുന്നത്. അത്തിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് വഖദ് ഉൻസില ഫീ ശവ്വാൽ വദിൽ ഖഅദ വദിൽ ഹിജ്ജ വൽ മുഹറം വസഫർ വശഹ്റ റബീഉൽ അവ്വൽ, ശവ്വാലിലും ദുൽഖഅദയിലും ദുൽഹജ്ജിലും മുഹറമിലും സഫറിലും റബീഉൽ അവ്വലൊക്കെ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് റമദാനിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, ലൈലത്തുൽ ഖദറിൽ ഇറക്കപ്പെട്ടു, ലൈലത്തുൽ മുബാറക്കയിൽ ഇറക്കപ്പെട്ടു? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എങ്ങനെ പറയാം? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിന് അത്തിയ ഇബ്നുൽ അസ്വദിനോട് പറഞ്ഞത് ഇന്നഹു ഉൻസില ഫി റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടു. വഫി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലും അവതരിപ്പിക്കപ്പെട്ടു. വഫി ലൈലത്തിൻ മുബാറകത്തിൻ, മുബാറകത്തായ രാത്രിയിലും ഇറക്കപ്പെട്ടു. ജുംലത്തൻ വാഹിദത്തൻ, മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. സുമ്മ ഉൻസില ബഅദ ദാലിക്, പിന്നീട് ഇറക്കപ്പെട്ടു. അല മവാഖിഅൻ നുജൂമി റിസ്ലൻ ഫി ശുഹൂരി വൽ അയ്യാം, പിന്നീട് അവതരിപ്പിക്കപ്പെട്ടത് ഖണ്ഡശയായി, കുറേശ്ശയായി,
ഒരായത്ത് അല്ലെങ്കിൽ ഏതാനും ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത്, ഇങ്ങനെ. അതാണ് അല മവാഖിൻ നുജൂമി റിസ്ലൻ എന്നുകൊണ്ട് ഉദ്ദേശം. ഫിഷുഹുരി വൽ അയ്യാം, മാസങ്ങളിലും ദിനങ്ങളിലുമൊക്കെ ആയിട്ട്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അത്തിയയോട് പറയുകയുണ്ടായത്. ഈ നിവേദനം ഇമാം തബരി തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്, ഇബ്നു കസീർ തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്, ബൈഹഖി അൽ അസ്മാ വ സിഫാത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു അബി ഹാത്തിം മറ്റുമൊക്കെ ഇത് നിവേദനം ചെയ്തിട്ടുണ്ട്. ഇത് സ്വീകാര്യയോഗ്യമായ നിവേദനമാണ്. അപ്പോൾ ഇവിടെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതുണ്ടായിട്ടുണ്ട്. ആദ്യം അങ്ങനെയായിരുന്നു. പിന്നീട് ദിനങ്ങളിൽ, മാസങ്ങളിൽ അതിൽ നിന്ന് ഖണ്ഡശയായി കുറച്ചായി 23 വർഷങ്ങളിൽ അവതരിപ്പിക്കപ്പെടുകയുമുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് അവതരിപ്പിക്കപ്പെട്ടു, അതാണ് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയത്. അത് എങ്ങനെ അവതീർണമായി, ഇൻഷാ അല്ലാഹ് അതാണ് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാനുള്ളത്. കാരണം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഈ ആയത്ത് വിശുദ്ധ ഖുർആൻ ഈ മാസത്തിൽ ഇറക്കപ്പെട്ടു എന്നതിനെ അറിയിക്കുന്നു. ഇതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിൻ്റെ രാവിൽ നാം വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചപ്പെടുത്തി പറഞ്ഞു. അതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, സൂറത്തു ദുഖാനിൽ അനുഗ്രഹീതമായ രാത്രിയിൽ വിശുദ്ധ ഖുർആനിനെ നാം അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഈ അവതീർണത? അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഭാഗം തുടർന്ന് പഠിക്കാം. ആയത്തിൻ്റെ ബാക്കി ഭാഗം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.